ഒരു ഗംഭീര വിഷുക്കൈ നീട്ടമാണ് ഇത്തവണ മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ലാലേട്ടനും ഡയറക്ടർ സിദ്ദിഖ് സാറും ഒക്കെ ചേർന്ന് മീര ജാസ്മിനും ഒക്കെ ചേർന്ന് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന സൂപ്പർ ഹിറ്റ് മൂവി നമ്മുടെ ഇടയിൽ ഗംഭീരമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആ ഒരു ചിത്രത്തിൻ്റെ ആ വിജയത്തെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഇന്ന് റിപ്പോർട്ടർ ടി വിയിൽ ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ്റെ ഓൾ ക്രൂ. ലാലേട്ടനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ലാലേട്ട, ചന്ദ്രബോസ് വളരെ എന്താ പറയണ്ടേന്നറിയില്ല, അത്രയ്ക്ക് കുറേ നാളുകൾക്ക് ശേഷം സിദ്ദിഖ് സാറുമൊത്ത് വിയറ്റ്നാം കോളനിക്ക് ശേഷം ഒരുമിക്കുകയാണ് ഈ ചിത്രത്തിൽ. കുറേ നാളുകളല്ല, 21 വർഷമായി. അതെ, 21 വർഷം. അപ്പോൾ ലാലേട്ടനുമായിട്ടുള്ള ആ ഒരു ഇത്രയും ഒരു ഗ്യാപ്പ് ഇപ്പം വന്നല്ലോ. ഗ്യാപ്പ് വന്നില്ലല്ലോ, ഈ സിനിമ ഏതപ്പോൾ ഗ്യാപ്പ് പോയി. ഓക്കെ, അപ്പോൾ അതിൽ ലാലേട്ടൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് തുടക്കത്തിൽ വരുമ്പോഴേ നമ്മൾക്കൊരു അതിശയമാണ്. ഒരു ടി വി ഷോയിൽ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളെ പോലെ വന്നു, പെട്ടെന്ന് ഫ്രെയിം മാറിയിട്ടത് റോഡിൽ നിൽക്കുന്ന പോലെ. ഇതൊക്കെ സിദ്ദിഖ് സാറിൻ്റെയും ക്യാമറാമാൻ സതീഷ് കുറുപ്പിൻ്റെയൊക്കെ ഒരു കൈയാണ്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ചിത്രത്തിലൂടെ നമുക്ക് പുതിയൊരു താരത്തെ കൂടെ കിട്ടിയിരിക്കുകയാണ്. കൃഷ് ജെ സത്താർ, ജയഭാരതി സത്താർ താരദമ്പതികളുടെ മകനാണ്. ഒപ്പം നമ്മളോടൊപ്പം ഉള്ളത് മിത്ര കുര്യനാണ്. പിന്നെ ആ സിനിമയിൽ മുഴുനീളം ലാലേട്ടനൊപ്പം നിന്ന മണി, യെസ്, ഷാജോണും നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നായകനിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. എന്തായാലും വളരെയധികം സന്തോഷം. ഈ വിഷുക്കാലത്ത് ഇങ്ങനൊരു സിനിമ ഇറങ്ങി അത് ഹിറ്റാകുകയും ചെയ്യുന്നത്. പെട്ടെന്ന് പറയാനാണെങ്കിൽ ആശീർവാദ് എൻ്റെ 3ാമത്തെ വിഷു ചിത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. 3 ചിത്രങ്ങളും വിഷു സമയത്താണ് ഇറങ്ങിയത്. 3 ചിത്രങ്ങളും വളരെ സക്സസ്ഫുൾ ഫിലിമായിരുന്നു. അതിന് ആദ്യമായിട്ട് ആൻ്റണി പെരുമ്പാവൂരിനോട് നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമ സംഭവിക്കാൻ ഏറ്റവും കാരണക്കാരനായ ഒരാളുണ്ട്, മിസ്റ്റർ ഇന്നസെൻറ്റ്. അദ്ദേഹത്തിന് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചില്ല. പുള്ളിക്ക് ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ടായി, ഇതൊക്കെ മാറി. ഒരുപക്ഷെ നമ്മുടെ അടുത്ത സിനിമയിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തായാലും ഇത്തരം ഒരു നല്ല സിനിമ തന്നതിൽ ആദ്യം നമുക്ക് സിദ്ദിഖിനോട് ഒരു നന്ദി പറയുന്നു. മലയാളികൾക്ക് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി കിട്ടിയിരിക്കുകയാണ്, അതുപോലെ അത് അങ്ങനെ ചെയ്യുന്ന ഒരു ഡയറക്ടറെയും കൂടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് സാറിൻ്റെ ഇപ്പോൾ സിദ്ദിഖ് സാറിൻ്റെ ഈ മൂവിയിൽ കുറേയധികം പ്രത്യേകതകളുണ്ട് മറ്റു മൂവികളെ അപേക്ഷിച്ചെന്ന് പറയും. അപ്പോൾ അതുകൂടെ ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ എല്ലാ സിനിമകളും മുൻകാലത്തെ സിനിമ പോലെ അല്ല, അത് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ റാംജി റാവു കഴിഞ്ഞിട്ട് ചെയ്ത സിനിമ, രാംജി റാവുവിൻ്റെ ഒരു ഷാഡോയും ഇല്ലാത്ത സിനിമയാണ് ഹരിഹരനഗരം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ഗോഡ് ഫാദറാണ്, അതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു. പിന്നെ വിയറ്റ്നാം കോളനി ഞങ്ങൾ ഒരുമിച്ച്. അങ്ങനെ എൻ്റെ ഓരോ സിനിമയ്ക്കും മുൻപുള്ള സിനിമകളുമായിട്ട് നോക്കുമ്പോൾ ആ സിനിമയും ഈ സിനിമയും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ടാകും. ഈ വ്യത്യാസം തന്നെയാണ് എന്നെ നിലനിർത്തുന്നതും പ്രേക്ഷകർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. കൂടുതൽ എൻ്റെ സിനിമ കാണാൻ ആദ്യ ദിവസം വരുന്നതും അത് ഈ സിനിമയിലും പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ളത്. ആ പുതുമ കൊടുക്കാൻ ഈ സിനിമയിലും എനിക്ക് സാധിച്ചു. അല്ലെ, ചന്ദ്രൂസിൻ്റെ സുന്ദരിയായ അച്ചു ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അച്ചു ഒന്നും മിണ്ടുന്നില്ല, ചിത്രത്തിലും അധികം ഒന്നും മിണ്ടുന്നില്ലെങ്കിലും എൻ്റെ എൻഡ് വരെ അച്ചുവിൻ്റെ ഒരു സാന്നിധ്യം അതിൽ നിലനിൽക്കുന്നുണ്ട്. അച്ചുവിനെ കുറിച്ച് അതെ, അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ എൻഡ് വരെ അച്ചുവിൻ്റെ സാന്നിധ്യമാണ് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഏതായാലും മീര ജാസ്മിൻ, അച്ചുവിനെ കുറിച്ച് പറയും. ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ. ഇത്രത്തോളം സ്നേഹമുണ്ട് ഒരു ഭർത്താവിന് ഒരു ഭാര്യയോട്. സോ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് സിനിമയിലെങ്കിലും അത് കിട്ടിയല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് ലാലേട്ടൻ്റെയും ഷാജുവിൻ്റെയും കോമ്പിനേഷനാണ്. ദേ ആർ ലൈക്ക് ടോം ആൻഡ് ജെറി ഇൻ ദ മൂവി. ടോം ആൻഡ് ജെറിയുടെ കൂട്ടുണ്ട്. എനിക്ക് ശരിക്കും ഭയങ്കര പൊട്ടിച്ചിരിക്കുകയായിരുന്നു, അത്രയ്ക്ക് എൻജോയ് ചെയ്തു. എല്ലാവരും ഞാൻ തിയേറ്ററിൽ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കണ്ടു. കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാ ഫാമിലിയോടൊപ്പം വന്നിരുന്ന് അങ്ങ് ഞാനും ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ മറന്ന് എൻജോയ് ചെയ്തു. റിയലി ഷാജുൻ, യു ഡൺ റിയലി ഗ്രേറ്റ്. ആൻഡ് എനിക്ക് വാക്കുകളില്ല. ഞാനൊരു പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പടത്തിൽ അഭിനയിച്ചൊരു ആക്ടർ എന്നുള്ള നിലയിലല്ല, അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ്. എനിക്ക് വാക്കുകളില്ല പറയാൻ. എല്ലാവരോടും എനിക്ക് അത്രയ്ക്ക് എല്ലാവരെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്, പക്ഷേ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം. ഇനി അല്ല, ചന്ദ്രൂസിന്റെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇത്ര സ്നേഹമുള്ളൊരു ഭർത്താവിനെ സിനിമയിലെങ്കിലും കിട്ടിയല്ലോ. അല്ല, എങ്കിലും ലാലേട്ടൻ ആ ഒരു ക്യാരക്ടറിനെ ക്യാരി ചെയ്ത് പോയതിനെ കുറിച്ച്. ലാലേട്ടൻ്റെ ഷോൾഡറിലാണ് ഇനി മൂവി കൊണ്ടുപോകുന്നത്. സച്ച് എ ഫ്ലെക്സിബിൾ ആക്ടർ, അത് പറയേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ എന്താ തോന്നിയത് എനിക്കറിയത്തില്ല. ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെയൊക്കെ മനം ഇങ്ങനെ കവർന്ന് കൈ എടുത്തേക്കാന്ന് തോന്നുന്നു. ഓൾറെഡി കോൺകർ ചെയ്തേക്കാം സ്ത്രീകളുടെ ഹൃദയം.
ഇപ്പം ഈ മൂവിയിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ലാലേട്ടനിൽ അങ്ങ് വീണു പോകുന്നു തോന്നുന്നു. പിന്നെ ഇതുപോലെ അച്ഛനെ പോലെ ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യയെ നഷ്ടപ്പെട്ടാൽ ലാലേട്ടൻ അല്ലെ ചന്ദ്രൂസ് എങ്ങനെ കുടിക്കാതിരിക്കും? ആരും കുടിച്ചു പോകും. പിന്നെ അല്ല, സൗന്ദര്യം എന്ന് പറയുന്നത് ഈ അച്ചുവിൻ്റെ ബാഹ്യ സൗന്ദര്യം മാത്രമല്ല. അതെ. ചന്ദ്രബോസിന് ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളും മനസ്സിലാക്കിച്ചു കൊടുത്തത് അച്ചുവാണ്. ലൈഫ് എന്ന് പറയുന്ന അത് വളരെ ചെറുതാണ്. പണം ഉണ്ടാക്കി ഒരുപാട് പണം വളരെ കുറച്ച് ഡയലോഗുകളെ പറയുന്നുണ്ടെങ്കിലും വളരെ ഹൈ ഫിലോസഫിക്കലായിട്ടുള്ള ഡയലോഗാണ് അച്ചു പറയുന്നത്. അത് മാത്രമല്ല ചന്ദ്രൂസ് ആണെങ്കിലും പറയുന്നതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ഒരു അല്ലെ ഒരു ഉപദേശം പോലെയുള്ള രീതിയിലാണ് പുള്ളിക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിലും അവർ ഇന്ററാക്ട് ചെയ്യുന്നത് അവരുമായിട്ടല്ലേ. അവരുമായിട്ടാണ്. മനസ്സിനകത്ത് സ്വന്തം മനസ്സിനകത്ത് തന്നെയാണ് അവരോട് തന്നെ ചോദിച്ചാണ് എല്ലാം കണ്ടത്. കൃഷ്ണൻ്റെ ക്യാരക്ടർ നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ മാത്രമാണ്. അതിന് പിടിച്ചെടുക്കാൻ എന്ത് ചെയ്യണം അത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും നോട്ടമില്ല. അതാണ് കൃഷ്ണൻ്റെ ക്യാരക്ടർ. അവിടെ നിന്ന് ലൈഫിൻ്റെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അയാൾ റിയലൈസ് ചെയ്യണം ഇതൊന്നും അല്ല, അയാൾ തിരിച്ചു വരികയാണ് ലൈഫിൽ. അതാണ് നമ്മൾ തിരിച്ചു വരുന്നതിന് ആ സെൽഫിഷ്നെസ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. കൃഷ്ണന്റെ ആദ്യത്തെ മൂവിയാണ് ലാലേട്ട. ഒന്ന് വിലയിരുത്തൂ, എങ്ങനെയുണ്ട് തുടക്കക്കാരൻ? നല്ല ഭയങ്കര ആളല്ലേ, ഭയങ്കര ടഫസ്റ്റ് റോളാണ് ഒരു തുടക്കക്കാരനെ ഹാൻഡിൽ ചെയ്യാൻ. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുകയും അല്ല ഇപ്പം ബേസിക്കായിട്ട് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിനെ ഏറ്റവും നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നല്ലൊരു ആക്ടർ. കൃഷ്ണക്ക് അത് ഏറ്റവും വളരെ ഓരോ സീൻ ചെയ്യുമ്പോഴും ഇത് ശരിയാണോ അല്ലെങ്കിൽ ഇനി ഇത് ബെറ്ററാക്കി എങ്ങനെ ചെയ്യാം, അതൊരു തുടക്കക്കാരൻ്റെ ആവേശമല്ല, അത് എല്ലാ സിനിമകളിലും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ലാലേട്ടന്റെ അഡ്വൈസ് ഒക്കെ ആ സമയത്ത് കിട്ടിയിരുന്നോ ക്രിഷ്? എല്ലാവരുടെയും അഡ്വൈസ് കിട്ടിയിരുന്നു. സാർ സിദ്ദിഖ് സാറിൻ്റെ ഫുൾ ടൈം കൺസൾട്ട് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. ഈവൻ ഫോർ സിംഗിൾ ലൈൻ, ഒരു ചെറിയ ലൈനായാലും ഏത് ഇമോഷൻ കൂടി ചെയ്യണം സാർ, ഇസ് ആപ്റ്റ് ഫോർ ദിസ് സീൻ എന്ന് ചോദിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ലാലങ്കളുടെ കൂടെ കോമ്പിനേഷൻ ഉണ്ടാവും, ഓബിയസ്ലി നെർവസ്നെസ് ഇല്ലേ. പിന്നെ ഇസ് എ ലെജൻഡറി ആക്ടർ, യു ആർ ആക്ടിങ് ഓപ്പോസിറ്റ് ഹിം. ഫസ്റ്റ് മൂവി ഷേക്കിംഗ് ഇൻ മൈ ബൂട്ട്സ് എന്ന് പറയും, ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദാറ്റ്. പക്ഷേ അത് പക്ഷേ ഭയങ്കര കാമിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടുപേരും എന്നെ ഭയങ്കര ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഗൈഡ് ചെയ്ത് സ്കൂൾ ചെയ്ത് കൊണ്ടുപോയി. സോ ഇറ്റ് വാസ് ബെറ്റർ ഫോർ മീ. അങ്ങനെയല്ല, പുള്ളി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും പറയും. അങ്ങനെയല്ലേ, നമുക്കൊരാൾ പറഞ്ഞു കൊടുത്ത് അഭിനയിപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു മാജിക് ഇഫാണ് ഇഫ് ഐ വെയർ ഇൻ ദാറ്റ് പൊസിഷൻ എന്നാണ് അല്ലേ. ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയൊന്നുമല്ല, നമ്മൾ പറഞ്ഞ ആ ക്യാരക്ടറിനകത്തേക്ക് കയറ്റിയിട്ട് ചെയ്യുന്ന ചെറിയ എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടുവരുന്ന കുഞ്ഞു കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടിയേ വന്നിട്ടുള്ളൂ.